എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇപ്പം നമ്മുടെ ഗൂഗിൾ അണ്ണന്മാർക്കാണെങ്കിൽ ചെറിയ രീതിയിലൊരു പണി കിട്ടിയിരിക്കുകയാണ്. അതായത് പണി പോയേക്കുന്നതാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ അടുത്തേക്കാണ്. പണി കൊടുത്തവരാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പബ്ലിഷേഴ്സാണ്. കാര്യം വളരെയധികം സിമ്പിളാണ്. ഇപ്പം നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ക്ലിക്കബിൾ ലിങ്ക്സ് ആയിരുന്നു തരുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ജെമിനി വെച്ച് നമുക്കാണെങ്കിൽ അതിൻ്റെ ഒരു സെർട്ടേൺ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് അവന്മാർ നമുക്കിപ്പം തരുന്നത്. അതിനാൽ തന്നെ സെർട്ടേൺ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് പബ്ലിഷേഴ്സാണ് ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ന്യൂസിനെ കുറിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഓരോ വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. ആ വെബ്സൈറ്റിൽ ജെമിനി ഫ്രീ ആയിട്ട് പോയിട്ട് അവന്മാരുടെ നിന്ന് ഈ ഡാറ്റാസ് എല്ലാം ക്രൗൾ ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഓവർവ്യൂ തരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പബ്ലിഷേഴ്സിന് കൃത്യമായിട്ടുള്ളൊരു മോണിറ്റൈസേഷനോ മണിയോ അങ്ങനെ ഒന്നും തന്നെ ഇവന്മാർ കിട്ടുന്നില്ല. പിന്നെ ട്രാഫിക്കിങ്ങോ അതേപോലെ ക്ലിക്കിങ്ങോ ക്ലിക്കിംഗ് ഒന്നും തന്നെ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ വരുമാനമാണ് ഈ ഒരു ജെമിനി കാരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പരിപാടി കുറച്ചും കൂടി ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഇൻഫോർമേഷൻസ് കിട്ടും. പക്ഷേ അതേസമയം ഇവർ പബ്ലിഷേഴ്സിനാണെങ്കിൽ ഇത് സത്യത്തിൽ ഒരു വലിയൊരു പണിയാണ്. ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ EU കോർട്ടിൽ ഈ ഒരു കേസ് നടക്കുന്നത്.